AK ബാലൻ മുൻ സിനിമാ മന്ത്രി മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. ഗവൺമെന്റിന്റെ മുമ്പിൽ ഇല്ലാത്തതിന്റെ ഭാഗമായി കേവലം ഒരു റിപ്പോർട്ടിന്റെ ജനറൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഒരു 400ഓളം പേജുകൾ പുറത്തു വരാത്ത മൊഴികളുണ്ട്. അതിൽ മൊഴികളുമുണ്ട്, രേഖകളുമുണ്ട്. അതൊന്നും കമ്മീഷൻ ഗവൺമെൻറ്റിന് തന്നിട്ടില്ല, പുറത്തും വിട്ടിട്ടില്ല. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഒഴിവാക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് കമ്മീഷൻ്റെ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇത് പുറത്തു വിടില്ല എന്ന ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു പരാതി എന്നുള്ള രൂപത്തിൽ, വ്യക്തിപരമായുള്ളൊരു പരാതി എന്നുള്ള രൂപത്തിലില്ല. എന്നാൽ ഈ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതു കാര്യങ്ങളുണ്ട്. അത് ഗൗരവമായി ഗവൺമെൻറ് പരിശോധിക്കേണ്ടതാണ്. രണ്ടാമത്, ഈ മേഖല നേരിടുന്ന പ്രതിസന്ധിയുണ്ട്. മേഖല നേരിടുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാതെ ഈ രംഗത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതൊന്ന് ഒരു കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദിയാണ്, മറ്റൊന്ന് വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേദി കൂടിയാണ്. അപ്പോൾ ഇതിനെ പരിപൂർണമായും തകർക്കുന്ന രൂപത്തിൽ വെളുക്കാൻ തേച്ചത് വേണ്ടാകാൻ പാടില്ലല്ലോ. വിളിച്ച് കുട്ടീനെ ഇല്ലാതാക്കാനും പറ്റില്ല. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും നോക്കിക്കൊണ്ട് വളരെ അവധാനതയോട് കൂടിയിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കാൻ നിർബന്ധിതമാണ്. അതിന് നിയമപരമായി ഭരണപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഈ ഗവൺമെൻറ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഈ ആദ്യം നേരിട്ട ഒരു പ്രതിസന്ധി, ഒരാളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ പ്രദർശിപ്പിക്കാൻ തിയേറ്ററില്ല. എ ക്ലാസ് തിയേറ്ററുകളൊക്കെ ചില വ്യക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു. ബി ക്ലാസ്സിലേക്കും സി ക്ലാസ്സിലേക്കും പുതിയ റിലീസ് ഒട്ട് കൊടുക്കാനും പറ്റില്ല. അത്തരം ഒരു ഘട്ടത്തിൽ ഒരു ഓണത്തിനോ അല്ലെങ്കിൽ ഒരു പെരുന്നാളിനോ അല്ലെങ്കിൽ ഒരു വിഷുവിനോ ഒരു പടം ഒരു നിർമ്മാതാവ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ കയ്യും കാലും പിടിക്കാതെ റിലീസ് തീരെ കിട്ടില്ല. അങ്ങനെ പെരുന്നാളിൻ്റെ ഒരു 4 പടം, അതും സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച ഒരു 4 പടം റിലീസ് ചെയ്യാൻ സാധിക്കാതെ തിയേറ്ററുകളിൽ കിട്ടാതെ വിഷമിച്ചു എന്ന് മാത്രമല്ല, ഒരാൾക്ക് ഏതാണ്ട് വട്ടിളകുന്ന സ്ഥിതി വന്നൊരു നിർമ്മാതാവിന്. അദ്ദേഹം എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഞാനിത് കടം വാങ്ങി, ഇനിയൊന്നും എനിക്ക് ബാക്കിയില്ല, ഇതിപ്പോൾ റിലീസ് ചെയ്യുന്നില്ലെങ്കിൽ മരണം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഞങ്ങൾ കണ്ടു. എ ക്ലാസ് മാത്രം വേണ്ട, ഫസ്റ്റ് റിലീസ്, വൈഡ് റിലീസ് ബി ക്ലാസ്സിലേക്കും സി ക്ലാസ്സിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചു. അവർക്ക് പ്രൊട്ടക്ഷനും കൊടുത്തു. അങ്ങനെയാണ് ഈ രംഗത്തെ ഒരിത്തിക്കണ്ണിയെ ഞങ്ങൾ ഒഴിവാക്കി വൈഡ് റിലീസായി. ഇന്ന് ഏത് പടവും എ ക്ലാസ്സിലും കിട്ടും, ബി ക്ലാസ്സിലും കിട്ടും, സി ക്ലാസ്സിലും കിട്ടും. പ്രതിസന്ധി ആദ്യം പരിഹരിച്ചത് അങ്ങനെയാണ്. പിന്നെ ഹോൾഡ് ഓവർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. ഒരു പടം വരും തിയേറ്ററിൽ 2-3 ദിവസം ഓടും, പിന്നെയും ഓടാനുള്ള സാധ്യത ഉണ്ടായാൽ ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോൾഡ് ഓവർ ആക്കും. എന്നിട്ട് ഇവർക്ക് താല്പര്യമുള്ള ഒരു വിതരണക്കാരൻ്റെ പടം എടുക്കും. അപ്പോഴത്തേക്ക് മറ്റേ വിതരണക്കാരൻ്റെ ഒരു 10-15 ദിവസം ഓടേണ്ട പടമായിരിക്കും 2-3 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ തിയേറ്ററുകളും തിയേറ്റർ ഉടമകളും വിതരണക്കാരും ഒത്തുകളിച്ചുകൊണ്ടുള്ള ഈ ഹോൾഡ് ഓവർ പരിപാടി അതും അവസാനിപ്പിച്ചു. രണ്ടാമത് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഗ്രാമപ്രദേശങ്ങൾ തിയേറ്ററുകൾ, നിങ്ങൾ മനസ്സിലാക്കണം, സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളിതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അന്ന് ചെയ്ത കാര്യം ഇനി ജമ്മത്ത് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിന് കഴിയില്ല, അതുവരെ ഒരു ഗവൺമെൻറ്റും ചെയ്തിട്ടുമില്ല. അത് ഞാൻ ഉറപ്പിച്ചങ്ങ് പറയാം. വരട്ടെ 100 പുതിയ ഗ്രാമീണ തിയേറ്ററുകൾ തീരുമാനിച്ചു. 20 തിയേറ്ററിൻ്റെ പണി ആരംഭിച്ചു. പഴയ തിയേറ്ററുകൾ ചിറ്റൂരടക്കം നമ്മൾ നവീകരിച്ചു. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇന്ത്യ രാജ്യത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. മഹാനായ സത്യൻ്റെ പേരിൽ, നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ഈ ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചലച്ചിത്ര അക്കാദമി സ്ഥാപനം തിരുവനന്തപുരത്ത് രൂപം കൊള്ളുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വരെയുള്ള, സാംബശിവൻ വരെയുള്ള, ഇവിടെ കണ്ടില്ലേ, VTVൻ്റെ പേരിൽ നിങ്ങൾ കണ്ടോ, 68 കോടി രൂപ ചെലവിലാണ്. എവിടെ
പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കൊല്ലത്ത്, സുബ്രഹ്മണ്യ തിരുവമ്പിൻ്റെ പേരിൽ കാസർഗോഡ്. ഇത് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്തതാണ് സാംസ്കാരിക സിനിമാ മേഖലയിലെ ഈ ഇടപെടൽ. ഈ ഇടപെടൽ നടത്തിയ ഒരു ഗവൺമെൻറ്റിനെ ഇതിലെന്തോ പൂഴ്ത്തി വെച്ച് പറയട്ടെ, ഞാൻ പറയുന്നത് കേൾക്കുമെന്ന്, പൂഴ്ത്തി വെച്ചു എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല എന്ന് കേൾക്ക്. അതായത് ഞാൻ പറഞ്ഞത് ആദ്യം ശ്രദ്ധിച്ചേ ഇല്ല. സാധാരണ നിങ്ങൾ സാധാരണ ആൾക്കാരോട് ചോദിക്കുന്ന കേൾക്ക് അല്ല അത് ഒന്നാമത് ഞാൻ പറയുന്നതും കൂടിയും കേൾക്കണം. നിങ്ങൾ പല രൂപത്തിലും ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾക്ക് പല രൂപത്തിലും ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചയിൽ പങ്കെടുത്തില്ല. കാരണം ഇതുമായിട്ട് ഒരു പരിചയമോ ബന്ധമോ ഇല്ലാത്ത ആൾക്കാരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പറയാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെയൊക്കെ വിളിച്ചത്. ഇപ്പോൾ ചോദിച്ചു 4 വർഷം, പിന്നെ ചോദിക്കരുത്. ഇതാണല്ലോ ചോദ്യം. 4 വർഷത്തിൻ്റെത് ഞാൻ പറഞ്ഞു 2017 കമ്മിറ്റിയെ വെച്ചത്, 2019 റിപ്പോർട്ട് കിട്ടുന്നത്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് കോവിഡ് വരുന്നത്. 2020 21 എൻ്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീടുള്ള തുടർ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത, പുറത്തുവിടാൻ പാടില്ല എന്ന് കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് വിവരാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് വിവരാവകാശ കമ്മീഷൻ ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത്. ഉടനെ പൊതു താല്പര്യം അരിച്ചും വന്നു. അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത സമയമാണ്. അല്ലാതെ ഗവൺമെൻറ് യാതൊരു പൂഴ്ത്തി വെക്കേണ്ട പരിപാടി ഇതിലില്ലല്ലോ. അങ്ങനത്തെ യാതൊന്നും ഇല്ലല്ലോ. ശരി, സിനിമാ മേഖല സംരക്ഷിക്കേണ്ടതാണ്. പക്ഷേ അതേസമയം തന്നെ അവിടെ നേരിടുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മോണിറ്ററിംഗ് ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പ്രശ്നം. അത് കറക്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഇതിൽ ഒരു കംപ്ലൈൻറ്റ് അതോറിറ്റി ഉണ്ട്, കംപ്ലൈൻറ്റ് ICC. അതാദ്യം വളരെ ദുർബലമായിരുന്നു. മാത്രമല്ല സുപ്രീം കോടതിൻ്റെ ഒരു വിധി ഉണ്ടായി, ജോലി സ്ഥലത്ത് അതാണായാലും പെണ്ണായാലും ഫുൾ പ്രൊട്ടക്ഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തൊഴിൽ സ്ഥാപനങ്ങളിൽ ICC നിർബന്ധമായി. പക്ഷേ സിനിമാ മേഖലയിൽ എന്താ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ തൊഴിലിടങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പിന്നീട് വ്യക്തത വരുത്തിയെന്ന് മാത്രമല്ല, ഇനി ഒരു പടം എടുക്കുന്ന സമയത്ത് ആദ്യം ICC രൂപീകരിച്ചതിന് ശേഷം മാത്രമേ പടം ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് പുറത്തുള്ള ഒരാളാണ്. ബാക്കിയുള്ള ആൾക്കാർ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇന്ന് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം എല്ലാ സ്ഥലത്തും സജീവമായി. ഏതെങ്കിലും സ്ഥലത്ത് അതില്ലെങ്കിൽ ഒരൊറ്റ പടം എടുക്കാൻ സാധിക്കില്ല. ഏതൊരാൾക്കും പരാതി കൊടുക്കാം. നമ്പർ 1. ഇനി ഉണ്ടാകുന്ന ഒരു പ്രശ്നം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ്. അതിൽ സിവിലായും ക്രിമിനലായും ഇടപെടേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട അടൂർ ആദ്യം നൽകിയിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റി, അല്ലെങ്കിൽ ഇവർ പറയുന്ന റെഗുലേറ്ററി, ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ റെഗുലേറ്ററി ട്രിബ്യൂണൽ, രണ്ടായാലും സിവിൽ നേച്ചർ ഓഫ് കേസാണത്. അതിലേതാണ് വേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കണം. പക്ഷേ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ സ്പെസിഫിക്കായി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ ജനറലായി പറയുന്നതിനപ്പുറം സ്പെസിഫിക്കായി ഇല്ലാത്തിടത്തോളം കാലം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ആൾക്കാരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ എടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. കാരണം അതെടുക്കാൻ പറ്റും. എങ്ങനെ? മൊഴി പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെതിരായിട്ടാണോ പറഞ്ഞിരുന്നത് അത് വെളിപ്പെടുത്താൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം. അത് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് കമ്മീഷൻ തന്നെ പറഞ്ഞു, കമ്മീഷൻ തന്നെ ഉറപ്പ് കൊടുത്തു. ആ ഒരു പരിമിതി ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്താം.
നിങ്ങളെ ഏത് ചോദ്യത്തെയും ഞാൻ ഉത്തരം പറയാം. ഏതൊരു കേസിലാണെങ്കിലും ഇപ്പൊ ഇര ഇത് സംബന്ധിച്ച് നൽകുന്ന മൊഴികളൊന്നും സാധാരണ പ്രസിദ്ധീകരിക്കാറോ അല്ലെങ്കിൽ പുറത്തു വരാറുണ്ട്. പക്ഷെ കേസെടുക്കും, അന്വേഷണം നടക്കും. അത് അതിന്റെ രഹസ്യ സ്വഭാവത്തിൽ കേൾക്കോ? ഞാനും ഈ നിയമവകുപ്പും കൂടി കൈകാര്യം ചെയ്ത ഒരാളാണ്. സംശയമായിട്ട് ചോദിക്കുകയാണ്. നടപടി എടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സംഭവത്തിൽ മാത്രം എന്താ അത് കഴിയാതെ വരുന്നത്? മാത്രമല്ല, ആരാണെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെടുന്ന അറിഞ്ഞാൽ അത് പോലീസിനോ മറ്റോ പരാതി നൽകിയില്ലെങ്കിൽ അത് വലിയൊരു കുറ്റമായിട്ട് കണക്കാക്കുന്ന ഈ ഒരു നാട്ടിൽ കുട്ടിയെ ഇത് നല്ല വിശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത്. അത് കറക്റ്റാണ്. സുവോ മോട്ടോ ഗവൺമെൻറ് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് FIR രജിസ്റ്റർ ചെയ്യണം. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. സുവോ മോട്ടോ ഒരു കേസ് എടുക്കുന്നു, ഒരു കോഗ്നൈസൻസ് എടുക്കും. FIR ഇടുന്ന സമയത്ത് കംപ്ലൈൻറ്റ് ഉണ്ടാകണം. വേഗിൽ ആകാശത്ത് നിന്നുകൊണ്ട് നമുക്ക് FIR ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഇതുവരെ ആരും പറഞ്ഞതല്ല. ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന മൊഴിയുണ്ടല്ലോ, ഒളിച്ചു വെച്ചിരിക്കുന്ന റെക്കോർഡുണ്ടല്ലോ, അത് പ്രസിദ്ധീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയട്ടെ. കോടതി പറയാത്തിടത്തോളം കാലം, കമ്മീഷൻ പറയാത്തിടത്തോളം കാലം ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ റിപ്പോർട്ടിൻ്റെ രക്ത ചുരുക്കം മാത്രമേ ഉള്ളൂ. ഈ റിപ്പോർട്ടിലേക്ക് എത്തിച്ച മൊഴികളോ രേഖകളോ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലില്ല. അതുമാത്രമല്ല, അത് പ്രസിദ്ധീകരിക്കില്ല, സ്വകാര്യതയെ ബാധിക്കുന്നതാണ് എന്നുള്ളത് അവരുറപ്പ് കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങൾ തരുന്ന മൊഴി ഒരു രൂപത്തിലും പുറത്ത് പറയാൻ പാടില്ല എന്ന് മൊഴി കൊടുത്ത ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പരിമിതി. അതാണ് ഞാൻ പറഞ്ഞത്. ആ പരിമിതി പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു പൊതു താല്പര്യം അരിച്ചു കൊടുക്കുക. ഇതും കൂടിയും പുറത്ത് കൊണ്ടുവരണം. എന്നാലല്ലേ കേസെടുക്കാൻ പറ്റില്ല. അത് പിന്നെ വെറുതെ നമുക്ക് കേസെടുക്കാൻ പറ്റില്ല. അതെ, കറക്റ്റാണ്. സാധാരണക്കാരൻ ലേമാൻ ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കരുതല്ലോ. ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഒരു പൊതു റിപ്പോർട്ടാണ്. ആ പൊതു റിപ്പോർട്ടിൽ ഇന്ന പ്രശ്നങ്ങൾ ഈ മേഖലയെ അലങ്കോലപ്പെടുത്തുന്നുണ്ട്. കറക്റ്റ്. അത് തുടരാതിരിക്കുന്നതിനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. അതും കറക്റ്റ്. പക്ഷേ ഈ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരാളുടെ പരാതി ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ കോഗ്നൈസൻസ് എടുക്കാൻ പറ്റും? അതാണ് പ്രശ്നം. ഒരു കമ്മീഷന് മുമ്പാകെ മൊഴിയുണ്ട്. ആരുടെ മൊഴി? ആരുടെ? നമ്മളെ മുമ്പിലില്ലല്ലോ. ഇതിൻ്റെ അകത്തുണ്ടെന്നല്ലേ പറയുന്ന മൊഴി. ആരുടെ പേര്? റിപ്പോർട്ടിൽ ആളുടെ പേരില്ല. അതാദ്യം മനസ്സിലാക്കൂ നിങ്ങൾ. മൊഴിയുടെ ഉള്ളടക്കം എന്താണോ ആ ഉള്ളടക്കമുണ്ട്. ആര് പറഞ്ഞു, ആർക്കെതിരായിട്ട് പറഞ്ഞു, അതില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതില്ല എന്നുള്ളതാണ് ഇതിന് കിട്ടിയിട്ടുള്ള ഒരു ഗുണവും ഇതിന് കിട്ടിയിട്ടുള്ള ഒരു കോട്ടവും. നേട്ടം എന്താ? കംപ്ലീറ്റ് പ്രവണതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിച്ചു. പരിമിതി എന്താ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഗ്നൈസൻസ് എടുക്കാൻ കോൺക്രീറ്റ് ആയിട്ടുള്ള ആൾക്കാർ നിയമത്തിൻ്റെ മുമ്പിലില്ല. ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ് നോക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചത്. അത് കറക്റ്റാണ്. പക്ഷേ ആദ്യം തന്നെ കമ്മീഷൻ ഉറപ്പ് കൊടുക്കുകയാണ് ഇവർക്ക്. കാരണം ഞങ്ങൾക്ക് ഈ പ്രവണതകളാണ് മനസ്സിലാകേണ്ടത്. അത് പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് ഞങ്ങൾ നിർദ്ദേശിക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞുപോയ സംഭവത്തെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിക്കെതിരായി കേസെടുക്കലല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർഭയമായിട്ട് കമ്മീഷൻ്റെ മുമ്പാകെ മൊഴി നൽകാം. ഞങ്ങളത് രേഖപ്പെടുത്തും. പക്ഷേ മൊഴിയുടെ ഉള്ളടക്കവും പറഞ്ഞ ആൾക്കാരുടെ പേരും ഞങ്ങൾ പറയില്ല. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയും. അതിൽ പേരേ പറയില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് നിർഭയമായിട്ട് ഇവരിത് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. 400ഓളം പേജ് വരുന്ന മൊഴികളും രേഖകളും ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. മനസ്സിലായിക്കോളൂ. അത് പ്രസിദ്ധീകരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അതില്ലാത്തിടത്തോളം കാലം കമ്മീഷനും ഇടപെടാൻ പറ്റില്ല, ഗവൺമെൻറ്റിനും ഇടപെടാൻ പറ്റില്ല. അതെ, ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഇത് എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമുള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ടു പ്ലേസ് ബിഫോർ ദി അസംബ്ലിൻ്റെ മുമ്പാകെ വെക്കേണ്ടതില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം, പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് മാൻഡേറ്ററി ആയിരുന്നില്ല. എങ്കിൽ പോലും ഇതിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന അതിക്രൂരമായിട്ടുള്ള പീഡനം മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള മെഷീനറി നമ്പർ 1. നമ്പർ 2, ഈ വ്യവസായം നേരിടുന്ന പ്രതിസന്ധി, വ്യവസായം വേണമല്ലോ പ്രതിസന്ധി പരിഹരിക്കുക. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ളത്. ഇനിയിപ്പം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെൻറ് ഇടപെടണം. മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ പ്രതികരിക്കുകയാണ്. ഹേമ കമ്മിറ്റി